BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. ഇന്നും നാളെയും കൂടി ഉയർന്ന താപനിലയ്ക്കും ഹ്യൂമിഡ് കണ്ടീഷൻസിനുമുള്ള യെല്ലോ അലേർട്ട് കേരളത്തിൽ മുഴുവനും നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. പതിവ് പോലെ ഇടുക്കി വയനാട് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശമില്ല. അത് ഒഴിവാക്കിയാൽ ബാക്കി 12 ജില്ലകളിലും ഇന്നും നാളെയും യെല്ലോ അലേർട്ട് ഉണ്ട്. ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് കണ്ടീഷൻസിന്, അതായത് ഉയർന്ന താപനിലയ്ക്കും കൂടിയ ആർദ്രതയ്ക്കും ഉള്ള ഒരു ജാഗ്രതാ നിർദ്ദേശമാണിത്. അതിനുശേഷം 27-ാം തീയതി മുതൽ നമുക്ക് ചൂട് സംബന്ധമായ അലേർട്ടുകളൊന്നും നിലവിൽ ഇഷ്യൂ ചെയ്യേണ്ട സാഹചര്യം കാണുന്നില്ല. അന്ന് 27-ാം തീയതി വൈകുന്നേരം മുതൽ നമുക്ക് ഇടിമിന്നലോട് കൂടിയ മഴയും അതിനോടനുബന്ധിച്ച് ശക്തമായ കാറ്റിനുമുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ 27 മുതൽ മഴയുടെ അളവിലും മഴ കിട്ടുന്ന പ്രദേശങ്ങളുടെ എണ്ണത്തിലും കാര്യമായ പുരോഗതി പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ ആദ്യത്തെ 2 ദിവസങ്ങളിൽ ചൂടിന് വേണ്ടിയിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പിന്നെ ബുധനാഴ്ച 29-ാം തീയതി ബുധനാഴ്ച ഈ ഉച്ച കഴിഞ്ഞിട്ടുള്ള ഈ വേനൽ മഴയുടെ ഒരു പ്രത്യേകതയാണ് ചില സ്ഥലങ്ങളിൽ, ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തിയായ മഴ പെയ്യുക എന്നുള്ളതും കൂടി. അപ്പോൾ ബുധനാഴ്ച മുതൽ ശക്തിയായ മഴയും ഇതിനോടുകൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ബുധനാഴ്ച ശക്തിയായ മഴയ്ക്കുള്ള യെല്ലോ അലേർട്ടും ഇഷ്യൂ ചെയ്യാൻ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ നിലവിലെ സാഹചര്യം എന്ന് വെച്ചാൽ നമ്മൾ ആ കൂടിയ ചൂടിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു സമയത്തു കൂടിയാണ് പോകുന്നതന്നെ ആണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിരീക്ഷണങ്ങൾ കാണിക്കുന്നത്. അതിനുശേഷം നമ്മളുടെ ഈ വെതറിൻ്റെ ഒരു പാറ്റേൺ മൊത്തത്തിൽ ചേഞ്ച് ചെയ്യുകയാണ്. നമുക്ക് മഴ കൂടുതൽ കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറുന്നു. അതുകൊണ്ടാണ് 27-ാം തീയതി മുതൽ കൂടുതൽ മഴ കിട്ടുന്നു എന്ന് പറയുന്നത്. പിന്നെ മഴയുടെ പ്രത്യേകത അറിയാവുന്നതുപോലെ വേനൽ മഴയുടെ കൂടത്തിൽ എപ്പോഴും ഇടിമിന്നൽ ഉണ്ടാവാറുണ്ട്. പല സ്ഥലങ്ങളിലും അതിശക്തമായ കാറ്റും ഇങ്ങനെയുള്ള മഴയോടുകൂടി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്നും നാളെയും നമ്മൾ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കാരണം ഏത് മഴ ഈ സമയത്ത് പെയ്തു കഴിഞ്ഞാലും അത് ഇടിമിന്നലിനോട് അനുബന്ധിച്ചായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇടിമിന്നലിന് മാത്രമുള്ള ജാഗ്രതാ നിർദ്ദേശം, അതിനുശേഷം 27-ാം തീയതി മുതൽ ഇടിമിന്നലും ശക്തിയായ കാറ്റിനുള്ള ജാഗ്രതാ നിർദ്ദേശം, 29-ാം തീയതി ഇതിനെല്ലാം പുറമെ ശക്തമായ മഴയ്ക്കുള്ള ജാഗ്രതാ നിർദ്ദേശവും. ഇപ്പോൾ ഈ ആഴ്ച മുഴുവനും പല രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ്. അതും ശ്രദ്ധിക്കണം. ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ട ഒരു അവസരമാണ്. ശ്രദ്ധയോടെ എല്ലാവരും ഇരിക്കേണ്ട ഒരു സമയമാണ്. ഇനി അധിക ദിവസങ്ങളില്ല. അപ്പോൾ നമ്മളൊന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ അപകടങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാൻ പറ്റും. പ്രത്യേകിച്ചും പകൽ സമയത്ത്, പ്രത്യേകിച്ചും രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് ശേഷം 3 മണി വരെയുള്ള സമയത്ത് സൂര്യൻ്റെ ഏറ്റവും കഠിനങ്ങളായ രശ്മികൾ വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സമയം നേരിട്ട് സൂര്യരശ്മികൾ അല്ലെങ്കിൽ സൂര്യൻ്റെ വെയിൽ നേരിട്ട് ശരീരത്തെ ഏൽക്കാതെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതിലേറ്റവും പരമപ്രധാനമായ ഒരു കാര്യം. എന്തെങ്കിലും കാരണവശാൽ പുറത്തിറങ്ങേണ്ടവരാണെങ്കിൽ അധിക സമയം പുറത്തിറങ്ങാതെ നിൽക്കുക, പെട്ടെന്ന് തണലിലേക്ക് മാറുക, അല്ലെങ്കിൽ ഇറങ്ങുന്ന സമയത്ത് കുടയോ തൊപ്പിയോ മറ്റ് ആവരണങ്ങളോ എന്തെങ്കിലും ഒരു സുരക്ഷാ കവചം എന്നുള്ള നിലയിൽ ഉപയോഗിക്കേണ്ടതാണ്. പാദരക്ഷകൾ ഉപയോഗിക്കേണ്ടത് നിർബന്ധമാണ്. അതുപോലെ തന്നെ അടിക്കടി വെള്ളം കുടിക്കുക. ദാഹം തോന്നിയില്ലെങ്കിലും വെള്ളം കുടിക്കുക. ശരീരത്തിൽ ജലാംശം നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുക. ഇതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ കരുതേണ്ടത്. ആ കൂട്ടത്തിൽ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് കൂടിയ താപനിലയും ആർദ്രത കൂടിയ ഒരു സമയമായതുകൊണ്ട് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ വളരെ അപകടകരമായ ഒരു രീതിയിൽ തന്നെ കാണേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നേരിട്ടുള്ള വെയിൽ ഏൽക്കരുത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രധാനമാണ്. ഈ മറ്റ് അസുഖങ്ങളുള്ളവരും അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ, പ്രായമായവർ അല്ലെങ്കിൽ ഗർഭിണികളായ സ്ത്രീകൾ തുടങ്ങിയുള്ള ഈ ആരോഗ്യനിലയിൽ പൊതുവെ അല്പം ദുർബലരായിരിക്കുന്ന ആളുകൾ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. വീടിനുള്ളിൽ ഇരുന്നാൽ പോലും ഇങ്ങനെയുള്ളൊരു സാഹചര്യം നമുക്ക് ചൂട് കൊണ്ടുള്ള അസ്വസ്ഥതകൾക്ക് കാരണമാകുന്നതാണ്. അതുകൊണ്ട് വീടിനുള്ളിലാണെങ്കിൽ പോലും ഒരു തണുത്ത അവസ്ഥയിൽ തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. കാരണം ഈ ഹ്യൂമിഡിറ്റി കൂടിയതുകൊണ്ട് ശരീരം വേർത്താൽ അത് ബാഷ്പീകരിച്ച് പോവില്ല.
അതുകൊണ്ടാണ് നമുക്ക് അസ്വസ്ഥത കൂടുമെന്ന് പറയുന്നതും ഇങ്ങനെയുള്ളൊരു ഈ സാഹചര്യം, ചൂടും ഈർപ്പവും നിറഞ്ഞ ഈ സാഹചര്യം അപകടകരമാണെന്ന് പറയുന്നതും. ഈർപ്പം കൂടുതലായതുകൊണ്ട് വിയർപ്പ് ബാഷ്പീകരിച്ച് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വിയർപ്പ് ആഗിരണം ചെയ്യുന്ന രീതിയിലുള്ള, അതുകൊണ്ടാണ് കോട്ടൺ വസ്ത്രങ്ങൾ, അയഞ്ഞ വസ്ത്രങ്ങളും അല്ലെങ്കിൽ കട്ടി കുറഞ്ഞ വസ്ത്രങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറഞ്ഞത്. ഈ വിയർപ്പ് ആഗിരണം ചെയ്യുന്ന പോകുന്നില്ലാത്തതുകൊണ്ട് ശരീരത്തിൽ നിന്ന് വിയർപ്പ് പുറത്തേക്ക് മാറ്റിക്കളയാനുള്ള ഒരു വഴി ഇത് ആഗിരണം ചെയ്യുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് വീടിനുള്ളിലാണെങ്കിൽ പോലും നമ്മളിങ്ങനെയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം. അതുപോലെ തന്നെ ലവണാംശം നഷ്ടപ്പെടാതെയും ജലാംശം നഷ്ടപ്പെടാതെയും അതിന് ഉതകുന്ന രീതിയിലുള്ള പാനീയങ്ങൾ, നമ്മൾ ഉപ്പിട്ട നാരങ്ങ വെള്ളം, മോരും വെള്ളം, ഇങ്ങനെയുള്ള ഉപ്പിട്ട കഞ്ഞിവെള്ളം, ഇതെല്ലാം നമ്മൾ സർവ്വസാധാരണമായി കുടിക്കുന്നതാണ്. ഇതെല്ലാമാണ് ഈ സമയത്ത് ആരോഗ്യ പ്രവർത്തകരും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.